ഭവൽഭക്തിസ്പീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഹം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേത് വ്യാസസ്യോക്തി തവ ച വചനം ആഗമൻ നൈവ നൈവ ന ആഗമവചഃ ഭവന്മിഥ്യാരിഥ്യാ പുരുഷ വചനപ്രായമഖിലം. ഇവിടെ പദമുറിച്ച് പറഞ്ഞിട്ട് പറയണത് ചേത് വ്യാസസ്യോക്തി തവ ച വചനം ന ആഗമം എന്നാണ്. ന ആഗമം നൈകാഗമം നൈകാഗമവചോ നൈഗമവചോ ഭവേന്മിഥ്യാ മിഥ്യാ പുരുഷ വചനപ്രായമഖിലം. ഇനി പറയുന്ന കാര്യം വെച്ചാൽ അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. ഭവത് ഭക്തി പീതാ ഭവതു. ഭവത് ഭക്തി അങ്ങയോടുള്ള ഭക്തി ഉണ്ടല്ലോ, നിന്തിരിയോടിയോടുള്ള ഭക്തി. പീതാ ഭവതു പീതമാകട്ടെ, ധാരാളമായി തീരട്ടെ. അങ്ങയോടുള്ള ഭക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരേണമേ. ആർക്ക്? മമ മേ എനിക്ക്, മമ എനിക്ക്. അപ്പോൾ ഭവൽ ഭക്തി പീതാ ഭവതു മമ, അങ്ങയോടുള്ള ഭക്തി എനിക്ക് ധാരാളമായിട്ടുണ്ടാവട്ടെ. പിന്നെ മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഖം. സ ഏവ അത് തന്നെ, അശേഷക്ലേശൗഖം അശേഷക്ലേശങ്ങളുടെ ഓഹം കൂട്ടം, എല്ലാ ദുഃഖങ്ങളുടെയും സമൂഹത്തെ, എല്ലാ ദുഃഖങ്ങളെയും പ്രശമയത് തീർക്കട്ടെ, ശമിപ്പിക്കട്ടെ. എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കട്ടെ. അപ്പം എന്താ പ്രാർത്ഥന? ഭവത് ഭക്തി പീതാ ഭവതു മമ. എനിക്ക് എല്ലായ്പ്പോഴും അങ്ങയോടുള്ള ഭക്തി വർദ്ധിച്ചു വരട്ടെ അർത്ഥം. അതുകൊണ്ട് എന്താ ഗുണം? അശേഷ ക്ലേശമുഖം. എൻ്റെ ക്ലേശമുഖം സംശയമില്ല, തീരുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രശമം, പ്രശമത്തെ ശമം, ശമിക്കുക. പ്രശമം പ്രശമയേത് പ്രശമിക്കുന്നു. ഏത്? അശേഷ ക്ലേശമുഖം. അശേഷിച്ച എല്ലാ ക്ലേശങ്ങളും ശമിക്കും എന്നതിൽ സംശയമില്ല. എന്തു വർദ്ധിച്ചാൽ? അങ്ങയോടുള്ള ഭക്തി വർദ്ധിച്ചു കൊണ്ടിരുന്നാൽ എൻ്റെ എല്ലാവിധ ക്ലേശങ്ങളും മാറും എന്ന വിശ്വാസം എനിക്കുണ്ട്. ഭക്തനുണ്ടാവേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം എന്താ വെച്ചാൽ വിശ്വാസം. വിശ്വാസമില്ലാത്തവൻ ഭക്തനാവില്ലല്ലോ. ഇപ്പോൾ വിവേകാനന്ദ സ്വാമികൾ 3 തരം ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബെഗർ, 2 ട്രേഡർ, 3 എംപറർ. ബെഗർ എന്ന് പറഞ്ഞാൽ ആരാ? യാചിക്കുന്നവനാണ്. നമ്മളൊക്കെ ആ കാറ്റഗറിയിൽ പെട്ടവരാണ്. എന്താ യാചിക്കുന്നത്? ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ യാചിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കത് ശരിയാക്കി തരണേ, ഇത് ശരിയാക്കി തരണേ, ഇതൊക്കെ എന്താ യാചിക്കുക? അങ്ങനെ യാചിക്കുകയല്ലേ നമ്മളൊക്കെ ചെയ്യണത്? ബെഗറാണ്. കുറച്ചും കൂടിയും ട്രേഡർ ആണ്. ട്രേഡർ എന്ന് വെച്ചാൽ കച്ചവടക്കാരനായി. കച്ചവടക്കാരനാകുമ്പോൾ ഇപ്പോൾ അയാൾക്ക് ലാഭം വേണം. അത് ആരായിരുന്ന ഇടപാടിൽ ലാഭം വേണ്ടി വരില്ല അയാൾക്ക്. ദൈവമായിട്ടുള്ള ഇടപാടിലായാലും ലാഭം വേണം. അപ്പോൾ എനിക്കൊരു ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? എൻ്റെ മകൻ IAS പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട്. അയാൾക്ക് റാങ്ക് കിട്ടണം, ജോലി കിട്ടണം. അത് ശരിയാവുകയാണെങ്കിൽ ഞാൻ ഭഗവാനൊരു മുഴുക്കാപ്പ് കളഭം ചെയ്യാം. അപ്പോൾ ഭഗവാൻ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിടുകയാണ്. എന്താ കോൺട്രാക്റ്റ്? ഞാനത് ശരിയാക്കി തരാം, എന്നാൽ ഇത് ശരിയാക്കി. ഇതാണ്
ഏത് ഫക്രി? ട്രേഡർ. എംപറർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയാണ്. ചക്രവർത്തിക്ക് ഒന്നും വേണ്ട. അയാൾക്ക് ചക്രവർത്തിക്ക് എല്ലാം ഫിലഫായിട്ടുള്ളതാണല്ലേ, ഒന്നും അയാൾക്ക് ആവശ്യമില്ല. അത് നിഷ്കാമ ഫക്രിയാണ്, വെറും ഫക്രിയാണ് ചക്രവർത്തിയുടെ. അപ്പോൾ ഈ 3 ഫക്രിയിൽ ഏതു തരം ഫക്രിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, എംപററുടെ ഫക്രി എന്ന് പറയണേക്കാൾ നല്ലത് ഒരു ശ്ലോകമുണ്ട്. ഭഗവൻ ഭൂതഭവ്യേഷു ന ജാനേ ഹിതമാത്മനഃ ത്വമേവ സഞ്ജിന്യ വിഭോ ഹിതം മേ ദാതുമർഹസി. ഭഗവൻ, അതെയോ ഭഗവാനെ, ഭൂതഭവ്യേഷു, ഭൂതം ഒക്കെ കഴിഞ്ഞത്, ഭവ്യം വരാൻ പോകുന്നത്. ഭൂതഭവ്യം, ഭൂതം കഴിഞ്ഞത്, ഭവ്യം ഭവിക്കാനിരിക്കുന്നത്, ഉണ്ടാവാനിരിക്കും, ഭാവി. ന ജാനേ. അപ്പോൾ എന്താണ് ഇത് രണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഹിതം, ആ സമയത്ത് ഇപ്പം എനിക്കെന്താണ് ആഗ്രഹം എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഇന്നലെ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, നാളെ എന്താ ഉണ്ടാവുക എന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താവണമെന്നോ എനിക്ക് എന്ത് വേണമെന്നോ പറയാൻ എനിക്ക് കഴിയില്ല. അപ്പം എന്ത് ചെയ്യണം? ത്വമേവ, നീ തന്നെ, സഞ്ചിന്യ, അങ്ങ് തന്നെ നല്ലോണം ആലോചിക്കുക, ഭഗവാൻ തന്നെ നല്ലോണം ആലോചിക്കുക. ഇതൊരു വിഭോ ഹിതം മേ ഹിതം, എനിക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ ദാതും, തരാൻ അർഹസി, തരിക. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് രോഗവിവരമൊക്കെ പറഞ്ഞാൽ ഡോക്ടർ കൽപ്പിക്കുന്ന മരുന്ന് അല്ലേ നമ്മൾ കഴിക്കുക. അതേപോലെ ഭഗവാന്റെ അടുത്ത് ചെന്ന് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇന്ന് ഏതാ വേണ്ടതെന്ന് പറയാൻ കഴിയില്ലല്ലോ. നമ്മളിപ്പോൾ ഇന്നത് വേണം, നാളെ ഇന്നത് കിട്ടണമെന്ന് പറഞ്ഞാൽ നാളെ ഇത് വാങ്ങാൻ ഞാൻ ഉണ്ടോന്നിപ്പോൾ ആർക്കും അറിയാം. അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് പറയാൻ ആർക്കും കഴിയില്ല. നല്ലത് എന്താ വെച്ചാൽ എനിക്ക് എന്താ വേണ്ടത് വെച്ചാൽ തരൂ എന്ന് മാത്രം പറയുകയാണ് ഉത്തമമായ ഭക്തി. അതാണ് നിഷ്കാമ ഭക്തി എന്നൊക്കെ പറയണം. അപ്പോൾ ഭക്തന് ഉറപ്പുണ്ടാകും. എന്താ ഉറപ്പ്? അങ്ങയുടെ ഭക്തി ഉണ്ടായാൽ എല്ലാ കാര്യവും നടക്കുന്ന ഉറപ്പുണ്ടാവണം. അതാണ് ഇപ്പോൾ നേരത്തെ ഒരു 2 വരിയിൽ പറഞ്ഞത്. അങ്ങയോടുള്ള ഭക്തി എനിക്ക് ഉണ്ടാവണം, എൻ്റെ രോഗങ്ങൾ ശമിക്കണം, എനിക്ക് നല്ല വിശ്വാസമാണ്. അതെന്താ വിശ്വാസം വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം നല്ല പണ്ഡിതനായിരുന്ന ആളാണ് മേൽപ്പത്തൂരെന്ന് ഓർക്കുക. അദ്ദേഹം പറയുന്നത്, എന്താ പറയണെന്ന് വെച്ചാൽ, ചേത് വ്യാസസ്യോക്രി തവച വചനം നൈകമവചോ ഭവേൻ മിഥ്യ രിഥ്യാ പുരുഷവചന പ്രായമഖിലം. അത് ശരിയല്ലെങ്കിൽ അങ്ങ് പറഞ്ഞത്, ഇത് അങ്ങ് പറഞ്ഞത് എന്നുള്ളതിനുള്ള വലിയതാ. അങ്ങ് പറഞ്ഞത് എന്നുള്ളതിന് ചേത് വ്യാസസ്യോക്രി, അങ്ങനെയാണെങ്കിൽ വ്യാസൻ പറഞ്ഞത്, വ്യാസൻ പറഞ്ഞത് വെറുതെ എന്ന് പറയേണ്ടി വരും. വ്യാസസ്യോക്രി തവച വചനം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ. ഇതെന്താ പറഞ്ഞുള്ളത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പുർജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യാസൻ ഭാഗവതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അങ്ങ് ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ, ആഗമവച വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളും എന്താകുമെന്ന് അറിയോ? മിഥ്യയാവും. ഇതൊക്കെ വെറും നുണയാവും, ഇല്ലാത്തതാണ്. ഇതൊക്കെ വിശ്വസിച്ചാലേ നമ്മളൊക്കെ നടക്കുന്നത്. ആ നടക്കുന്ന ഒരാൾക്ക് ഉറപ്പാണ് ഇതെന്ന്. അങ്ങ് ഈ ഭക്തി ഉണ്ടായാൽ എല്ലാ കാര്യവും നടക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഉറപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വ്യാസൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
അപ്പം അത് നടന്നില്ലെങ്കിൽ ഇതൊക്കെ എന്തായിട്ട് മാറുന്നറിയോ? അത് പുരുഷ വചനപ്രായമഖിലം. രഥ്യാച്ച വഴിയ. രഥ്യാവചനം വെച്ചാൽ ഒരു വഴി നടക്കുന്നവൻ്റെ, തെണ്ടി നടക്കുന്നവൻ്റെ വചനപ്രായം, വചനത്തിന് തുല്യമാവും. ഈ പറഞ്ഞതൊക്കെ വ്യാസൻ പറഞ്ഞതും ഭഗവാൻ പറഞ്ഞതും ഒക്കെ എന്തായി മാറും? ഒരു തെണ്ടി എന്തൊക്കെയോ പറഞ്ഞു എന്ന നിലയിലേക്ക് അധപ്പതിക്കും. ഇപ്പം ഏത് വിശ്വാസത്തിനെ എടുത്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊക്കെ ചോദിക്കുന്നത്? ഭക്തിശാസ്ത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഭക്തിശാസ്ത്രം? ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭക്തിശാസ്ത്രം ബുദ്ധവൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ധ്രുവൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രഹ്ലാദൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങളിൽ ഭക്തിയുടെ ഗതി പറഞ്ഞു തന്നത് നമുക്ക്. ഇതൊക്കെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ആരുടെ അടുത്ത് വരുന്നത്? അങ്ങയുടെ അടുത്ത് വരുന്നത്. അങ്ങക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്തർത്ഥം? ഈ പറഞ്ഞതൊക്കെ വെറുതെ എന്നല്ലേ അർത്ഥം. അതുപോലെ അങ്ങ് ഗീതയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. 12ാം അധ്യായത്തിൽ ഭക്തൻ്റെ ലക്ഷണം തന്നെയുണ്ട്. പിന്നെ 2 ശ്ലോകങ്ങൾ അങ്ങ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. സർവസമ്മാൻ എന്നുള്ള ശ്ലോകത്തിന് പുറമെ വേറെ ശ്ലോകമുണ്ട്. അനന്യചിന്തയന്തോ മാം യേ ജനാ പരിപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമ മഹാമ്യഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടാണ് ഞാൻ അങ്ങയുടെ കാൽക്കൽ വരുന്നത്. അങ്ങക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ വെറുതെ. ഇതൊക്കെ മിഥ്യാവചന. മിഥ്യയാണ്. പിന്നെ അത് ഈ മേൽപ്പത്തൂരിൽ പറയാവുന്ന ഏറ്റവും ചീത്ത നോക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ മിഥ്യാവചനം. മേൽപ്പത്തൂരിന് പറയാവുന്ന ഏറ്റവും ചീത്ത ഒരു വാക്ക് മിഥ്യാവചനം. അപ്പോൾ അങ്ങയുടെ വാക്ക്, അത് അങ്ങയുടെ ഭക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം തന്നത് ആരാണെന്ന് ചോദിച്ചാൽ വേദവ്യാസം തന്നു, ഭഗവത്ഗീത തന്നു, വേദങ്ങൾ തന്നു. ആ തന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പിലാണ് ഞാൻ പറയണത് അങ്ങയോടുള്ള ഭക്തി വർദ്ധിച്ചു വരട്ടേന്ന്. വർദ്ധിച്ചു വന്നാൽ എൻ്റെ എല്ലാ ക്ലേശങ്ങളും ഇല്ലാതെയാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ക്ലേശം എന്നുള്ളതിന് വെറും രോഗം എന്ന് മാത്രം ധരിച്ചാൽ പോരാ. മറ്റേ 3 തരം താപങ്ങളെ കുറിച്ച് പറയാറുണ്ട് നമ്മൾ. ആദിത്രയങ്ങളുണ്ട്. ഭൗതികം, ആദിഭൗതികം, ആത്മീയം, ദൈവികം. ആദിദൈവികം, ആത്മീയം, ലൗകികം. അപ്പം ഈ 3 തരം ദുഃഖങ്ങളാണ്. അതെന്തൊക്കെയായി? ദൈവികം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം വരുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ദൈവികം. അപ്പം ഇന്നലെ കണ്ടില്ലേ, മിന്നൽ ചുഴലി ഉണ്ടായി. പൂച്ചട്ടി സ്കൂളിൻ്റെ മേൽപ്പോലും പറന്നുപോയി ഇല്ലേ? എത്രയോ വീടുകളുടെ മീതെ ഓടുന്ന വണ്ടിയുടെ മീതെ മരം വീണു. ഇതൊക്കെ നമ്മൾ തകർന്നല്ല. ദൈവികമാണ്. അത് പറയാൻ നമുക്ക് ആർക്കും കഴിയില്ല. ഇത്തരം ദുഃഖങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. അതുപോലെ ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്. കാട്ടാനിറങ്ങണം, പുലി ഇറങ്ങണം, അങ്ങനെ കുറേ കാര്യങ്ങളെ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെ ഭൗതികങ്ങളാണ്. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ ആധ്യാത്മികം. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ദുഃഖങ്ങളുണ്ട്. നമ്മൾ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അവസാനം ദുഃഖിക്കുന്ന സുഹൃത്താണ്. അപ്പോൾ ഒരു കുറിക്കമ്പനിയിൽ ചേർന്നു, അയാൾക്ക് പണം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ജാമ്യം നിന്നാൽ തിരക്കില്ല തോന്നി. വളരെ നല്ല സുഹൃത്താണ്, ആത്മസുഹൃത്താണ്. എങ്ങനെയാണ് ചെയ്യാതിരിക്കുക? അപ്പോൾ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പണം അടച്ചില്ല. മാത്രമല്ല അയാൾ താട് വിട്ടു. ബംഗാലി കൂടി വന്നുണ്ട്. ബംഗാലി നമുക്ക് നോട്ടീസ് അയച്ചു, നമ്മുടെ സ്വത്ത് ജപ്തി ചെയ്തു. ആത്മീയം. ഇത് എനിക്ക് ഉണ്ടാക്കുന്ന ദുഃഖമാണ്. ഇതൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അകത്തിരിക്കുന്ന മഴും പുറത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് സ്വന്തം കാര്യമില്ല, മുറിക്കുക. ഇതാണ് ആത്മീയം. ഈ 3 തരം ദുഃഖങ്ങളും ഇല്ലാതെയാക്കാൻ സാധിക്കുന്നതാണ് ഭക്തി. ആ ഭക്തിയിൽ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്.
ആ വിശ്വാസം എനിക്ക് തന്നത് ആരൊക്കെയാണ്? വ്യാസനും ഭഗവാനും വേദങ്ങളുമാണ്. ആശയം മനസ്സിലായില്ലേ? ഇപ്പോൾ ഭവൽ ഭക്തി സ്പീതാ ഭവതു മമ സൈവ പ്രശമയേത് സൈവ സൈവ പ്രശമയേത് അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണിക. അതെല്ലാം മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ സന്ദേഹകണികാമഹി. ഒരു സന്ദേഹം പോലും ഇരിക്കില്ല എന്നർത്ഥം, ഒരു സംശയം പോലും ഇരിക്കില്ല. നല്ല വിശ്വാസമാണ്. ചേൻ അല്ലെങ്കിൽ വ്യാസസ്യോക്തി തവചവചനം നൈകമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷ വചനപ്രായമഖിലം. ആശയം മനസ്സിലായില്ലോ? അപ്പോൾ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ എല്ലാം മാറ്റാൻ കഴിയുള്ളൂ. അത് കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ വെറുതെയാണ്. ഒരു നമ്പൂതിരിയുടെ കഥ പറയാറുണ്ട്. നമ്പൂതിരി വേറെ ജാതിയിൽപ്പെട്ട ഒരാൾ ശകാരിക്കുകയാണ്. അത് ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ശകാരിക്കുകയാണ്. അമേധ്യൻ ദീനി എന്നൊക്കെ പറയാൻ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ചീത്ത പറയാണ്. അപ്പോൾ കുറെ കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, എന്താ തിരുമേനി ഒന്നും അങ്ങോട്ട് പറയാത്തത്? ഞാൻ പറയാൻ നിരീക്കുകയാണ്. എന്താ പറയാത്തത്? പഴം തീനി, പായസം കൂടിയ. എന്താ തിരുമേനി അങ്ങനെ പറയണത്? അവൻ തിന്നുന്ന സാധനങ്ങളെ കൊണ്ട് എന്നെ പറഞ്ഞു, അപ്പോൾ ഞാൻ കഴിക്കുന്ന സാധനങ്ങളെ കൊണ്ട് അവനും പറയണോ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതേപോലെ വ്യാസസ്യോക്തിയൊക്കെ അതേപോലെ ആവും എന്നാശയം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നടത്താം.